ഗുഡ് മോർണിംഗ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പോയിക്കേനെ രാവിലെ നമ്മൾ കുത്തിപ്പൊക്കി നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ആൾ വരുന്നുണ്ട്. അങ്ങനെ രാവിലെ പൊയ്കേനെയൊക്കെ എടുത്ത് ഞാനും കണ്ണനും കുഞ്ഞും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയി എങ്ങോട്ടാണെന്നറിയാമോ? ഞങ്ങൾ പോകുന്നത് ഇന്ന് എൻ്റെ അനിയൻ കുട്ടപ്പൻ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അവനെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 4:24. അവൻ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന് കാഞ്ഞങ്ങാടിയിൽ നിന്ന് ഇന്നലെ കയറിയതാണ്. ഇന്ന് 4:40 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നീ പേട്ടയിൽ ഇറങ്ങിയാൽ മതി, അവിടുന്ന് ഞങ്ങൾ പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പേട്ട റെയിൽവേ സ്റ്റേഷനിലായിട്ടാണ് നമ്മൾ രാവിലെ പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ തിരക്കൊക്കെ കുറവാണ്. നല്ല തിരുവനന്തപുരം സിറ്റിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. പോയി കുട്ടപ്പൻ നാട്ടിൽ നിന്ന് വരുന്നതാണ്. അവനെ വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട എന്ത് ഭംഗിയാണ് രാത്രി. ഇതാണ് മ്യൂസിയത്തിൽ കൂടി നമ്മളിങ്ങനെ തിരുവനന്തപുരം സിറ്റിയിൽ അനക്കമൊന്നുമില്ല. തിരുവനന്തപുരത്തിന് എല്ലാവരും എണീറ്റ് വരുന്നതൊക്കെ കാണുള്ളൂ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 8:30 മുതലേ നല്ല തിരക്കായിരിക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓവർ ബ്രിഡ്ജിലേക്ക് എത്തി. കണ്ട എന്ത് ഭംഗിയാണ്. സാധാരണ പൊയ്ക പകലൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഗ്ലാസ്സൊക്കെ തുറന്ന് കൂവും. സ്കൂട്ടറിൽ പോകണ അധികം ഭയങ്കര ഒച്ചയിൽ കൂവും. ഇന്ന് പൊയ്കയ്ക്കാണെങ്കിൽ ഭയങ്കര ഉറക്കപ്പിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് പേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഞങ്ങൾ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിരിക്കുന്നു. ഒരു വണ്ടിയൊക്കെ ഇറങ്ങി തുടങ്ങി. ചിലപ്പോൾ ഇത് ആരെങ്കിലും കൂട്ടാനൊക്കെ പോകും. ഇവിടെ CPM-ൻ്റെ എന്തോ ജാഥയോ എന്തോ ഉണ്ട്, കൊടിയൊക്കെ നാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. അങ്ങനെ പൊയ്കേനെ ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ടൊക്കെ ആക്കി പോയിക. രാവിലെയല്ലേ പിള്ളേരെ എണീക്കാൻ കുറച്ച് മടിയാവും. അപ്പോൾ നമ്മൾ കണ്ട ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ച്, ഒരു വണ്ടി മൊത്തം അതിൽ ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചാണോ എന്തോ. അങ്ങനെ നമ്മൾ പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. അകത്തോട്ട് പോയില്ല. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ എനിക്കിവിടെ തേങ്ങയൊക്കെ ആയിട്ട് വന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങയൊക്കെ കൊണ്ടുവരും. നമുക്ക് നാട്ടിൽ പിന്നെ തേങ്ങയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പൈസ കൊടുത്തല്ലേ തേങ്ങ വാങ്ങിക്കുന്നത്, നല്ല വിലയാണ്. അപ്പോൾ അവൻ തേങ്ങയൊക്കെ കൊണ്ട് അങ്ങനെ വണ്ടിയിലോട്ട് കയറുകയാണ്. അവൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ രാവിലെ 4:40 തന്നെ ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ പതുക്കെ ബാക്കിലോട്ട് പോയി. അങ്ങനെ പൊയ്കേനെ പതുക്കെ വീഡിയോയിലൊക്കെ പൊയ്ക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് മൂടൊക്കെ മാറി തുടങ്ങി, ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊയ്കേനായിട്ട് പൊയ്കയുടെ മാമനുമായിട്ട് നമ്മൾ തിരിച്ച് യാത്ര തുടരുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.